ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണ ഒരു 1:10 സ്കെയിലിൻ്റെ ഡിഫൻഡറാണ്. ഇതാണ് നമ്മുടെ ഐറ്റം, റേസിംഗ് റാലിയുടെ ഡിഫൻഡർ 110. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിനകത്താണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളും, ഇതിൻ്റെ സ്പെയറിൻ്റെ എല്ലാത്തിൻ്റെയും കോഡും ഡീറ്റെയിൽസൊക്കെ എല്ലാം ഈ ബുക്കിൽ തന്നെ ഉണ്ട്. സർവോയുടെയും ബാറ്ററിയുടെയും റിമോട്ടിൻ്റെ റിസീവറും എല്ലാത്തിൻ്റെയും. നമുക്ക് എന്തെങ്കിലും സ്പെയർ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ ഇതിൻ്റെ കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. 2.4x ഒരു റിമോട്ടാണ്. ഇത് ലൈറ്റിൻ്റെ സ്വിച്ച്, ഇത് ത്രോട്ടിൽ ട്രിമ്മിൻ്റെയും സ്റ്റിയറിംഗ് ട്രിമ്മിൻ്റെയും സ്റ്റിയറിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യണതിൻ്റെ എന്താണ്. ഇതാണ് ഇതിൻ്റെ പവർ ലൈറ്റ്. ഇതിൻ്റെ ത്രോട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് സ്റ്റിയറിങ്. ബോക്സിൽ വരുന്നത് വണ്ടിക്കകത്ത് വെക്കണ ബാറ്ററിയാണ്. ഇത് ഒരു 7.4 വോൾട്ടിൻ്റെ 1500 mAh ഒരു ബാറ്ററിയാണ്. 2S ബാറ്ററിയാണ്. ഇത് ബോഡിയുടെ പിന്ന് എക്സ്ട്രാ കിട്ടണതാണ്. ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിൾ വരുന്നത്. 5 വോൾട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്ററെ സപ്പോർട്ട് ചെയ്യണ കേബിളാണ്. ഇത് ഹോബി ഗ്രേഡ് എന്ന് പറയാം, പക്ഷേ ടോയ് ഗ്രേഡ് എന്നും പറയാം. അങ്ങനത്തെ ഒരു അല്ല. ഇതിൻ്റെ ആക്സിലൊക്കെ വരുന്നത് സാധാ ടോയ് ഗ്രേഡിൻ്റെ പോലത്തെ ആക്സിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ആക്സിലാണ് വരുന്നത്. നമ്മുടെ സോൾഡായിട്ടുള്ള മെറ്റൽ ആക്സിലൊന്നുമല്ല ഇതിൻ്റെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ റേഡിയോ കൺട്രോൾ സിസ്റ്റം നമുക്ക് ഹോബി ഗ്രേഡ് പോലെയാണ്. ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചും സ്റ്റിയറിങ് നമ്മൾ മൂവ് ചെയ്യണതനുസരിച്ച് വണ്ടിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ ഷോക്ക് പറഞ്ഞാൽ സാധാ നോർമൽ ഷോക്കായിട്ടാണ് വരുന്നത്. കുറച്ച് ബമ്പിയാണ്, എന്നാലും ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഫൻഡറായിട്ട് നമുക്കിതിനെ കാണാം. ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ പിന്ന് വരുന്നത്. 4 പിന്നാണ്. ട്രാക്സാക്സിൻ്റെ ഡിഫൻഡറിലൊക്കെ ഉള്ള സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്തുള്ളത് ബോഡിയുടെ കാര്യത്തിൽ. ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക് തന്നെയാണ്. ഡാമേജ് ഒന്നും വരുത്തൊന്നുമില്ല, പോകത്തൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഷാസി വരുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. ഗിയറും ഇതിനകത്ത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലെ ഗിയറും എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ് എടുക്കുന്നത്. മെറ്റൽ പാർട്സ് കുറവാണ് ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ ESC ബോർഡ് വരുന്നത്. ഇത് റിസീവറും ESC ബോർഡും ഒറ്റ ബോർഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സ്പെയർ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. ഇതിൻ്റെ സർവോ എന്ന് പറഞ്ഞാൽ 5 വയറിൻ്റെ സർവോ ആണ്. നമ്മുടെ നോർമലുള്ള 3 വയറിൻ്റെ സർവോ ടൈപ്പ് അല്ല. അതുകൊണ്ട് ഈ ബോർഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റിസീവറിൻ്റെ ബോർഡിന് ESCയുടെ ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ ബോർഡ് ഉൾപ്പെടെ നമ്മൾ മാറേണ്ടി വരും. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. ഇപ്പോൾ ബോർഡ് ഉൾപ്പെടെ, ഇപ്പോൾ ESCക്ക് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളെങ്കിൽ നമ്മൾ ഈ ഒരു ESCയും റിസീവറും മാറേണ്ടി വരും. അപ്പോൾ ഓൾറെഡി റിമോട്ടിൻ്റെ ഫണ്ടും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇത് 5 വയറിൻ്റെ സർവോ ആയതുകൊണ്ട് ഈ 5 വയറിൻ്റെ സർവോയുടെ ESC തന്നെ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറെ 3 വയറിൻ്റെ സർവോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇത് മൊത്തത്തിൽ ഹോബിയിലോട്ട് വേറെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ് ESC, റിസീവർ, റിമോട്ട്, സർവോ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണെന്നാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കംപ്ലൈൻ്റ് ആവുന്ന ഒരു നോർമലി സാധാ ബോർഡാണിത്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്നത്. മോട്ടറിൻ്റെ ഹീറ്റ് സിങ്കാണ് ഇത്. ഇത് ബാറ്ററിയുടെ കണക്ഷനാണ്.
ഫുള്ള് പ്ലാസ്റ്റിക്കാണ് പറഞ്ഞത്. മെറ്റൽ പാർട്സ് ആയിട്ട് ഇതിനകത്ത് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം ഒരു ഇടി കിട്ടിയാൽ ഒടിയത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് അമിങ്ങി പോയേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബോഡി വെക്കണ ഹാങ് ക്ലിപ്പ്. ഈ ക്ലിപ്പിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ലിഫ്റ്റ് ചെയ്യണതനുസരിച്ച് നമുക്ക് ബോഡിയുടെ ഹൈറ്റ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, ഫ്രണ്ടും ബാക്കും. പിന്നെ ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പറിൻ്റെയും നമുക്ക് ലെങ്ത് ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്രൂ ഹോളൊക്കെ ഉണ്ട്, ഇതിൻ്റെയും ഇവിടെയും ഹോളൊക്കെ ഉണ്ട്. ആ ഹോള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും ബമ്പർ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ വേറെയാണ്. ഫ്രണ്ടിൽ മെയിനായിട്ട് ഒരു വൈറ്റ് ഹെഡ് ലൈറ്റും ഒരു DRL ബ്ലൂ ലൈറ്റുമാണ് ഉള്ളത്. പിന്നെ ഇത് റിയറിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റാണ് പോയേക്കണത്. നമുക്ക് റിമോട്ടിൽ തന്നെ ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും ഡിമ്മും DRLും മെയിൻ ഹെഡ് ലൈറ്റും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോക്ക് വരുന്നത്. സാധാ നോർമൽ കോയിലിൻ്റെ ഷോക്കാണ്. ഓയിൽ ഷോക്കൊന്നുമല്ല, സാധാ നോർമൽ കുറഞ്ഞ ടൈപ്പ് ഷോക്കാണ്. ഷോക്കൊക്കെ വാട്ടർ പ്രൂഫ് അല്ല, വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോക്ക് ഭയങ്കര ഹാർഡാകും. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ വണ്ടി നമുക്ക് ഫുള്ള് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഷോക്കും ആക്സിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഗ്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ട്രാക്സിസിൻ്റെയൊക്കെ ഡിഫൻഡർ പോലെ തന്നെ എല്ലാ പാർട്സും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അടിവശം വരുന്നത്. ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് മെറ്റൽ തന്നെയാണ്. ഇതാണ് റിയർ ആക്സിൽ വരുന്നത്, പ്ലാസ്റ്റിക്കാണ്. ഇത് ഡിഫറൻഷ്യൽ ഉള്ള ടൈപ്പല്ല, ഡിഫറൻഷ്യൽ ഇല്ലാത്ത ടൈപ്പാണ്. ഇത് 4x4 ആണ്. ഡിഫറൻഷ്യൽ ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ടേണിംഗ് റേഡിയസിൽ നമുക്ക് കുത്തി ഓടിക്കാൻ നേരം വണ്ടി തെന്നിയാൽ പോകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഇത്തിരി കുറവാണെന്നല്ല, അത്യാവശ്യം കുറവാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആക്സിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ജോയിൻ്റ് ഇവിടെ തട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ടേണിംഗ് റേഡിയസ് കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഭാഗമായിട്ട് ഇത് അവിടെ ആ ഒരു എഡ്ജ് കട്ട് ചെയ്ത് കളഞ്ഞ് ടേണിംഗ് റേഡിയസ് കൂട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് സർവോ പറഞ്ഞത്. സർവോയിൽ നമുക്ക് ഈ ടേണിംഗ് റേഡിയസ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്. 2 ഹോളും കൂടി ഇനി കിടപ്പുണ്ട്. ലാസ്റ്റത്തെ ഹോളിലായിട്ട് ഇടുവാണെങ്കിൽ ടേണിംഗ് റേഡിയസ് ഇച്ചിരി കൂടി നമുക്ക് കൂട്ടാം. പക്ഷേ അവിടെ മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ ഈ ജോയിൻറ്റും കൂടി കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടയർ ഇത്തിരി വളയത്തുള്ളൂ. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് കുറവാണ്. പിന്നെ സാധാരണ നോർമൽ ഷോക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓഫ് റോഡൊക്കെ ഇച്ചിരി സ്പീഡിൽ ചെയ്യുമെങ്കിൽ വണ്ടി തുള്ളിയേ പോകത്തുള്ളൂ, ഭയങ്കര ജമ്പി ആയിരിക്കും. ഇതിനകത്ത് ഓയിൽ ഷോക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വണ്ടിക്ക് ഇച്ചിരി വെയിറ്റും കൂടി വരാനാണെങ്കിൽ പക്ക സംഭവമായിരിക്കും. നമുക്ക് ക്രൗളിങ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള ഒരു വണ്ടി തന്നെ ആയിരിക്കും ഇത്. ഇതാണ് ബാറ്ററി വെക്കണ ബോക്സ് വരുന്നത്. ഇത് ബാക്ക് ലൈറ്റിൻ്റെയും ഹെഡ് ലൈറ്റിൻ്റെയും വയറാണ്. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതിനകത്ത് സാധാരണ നമ്മുടെ ക്ലോക്കിംഗ് ടൈപ്പ് ബാറ്ററി തന്നെയാണ് ഇതിൽ നമ്മൾ ഇടുന്നത്.